ഈ വീഡിയോയിലൂടെ നമുക്ക് എങ്ങനെയാണ് ഓട്ടോമാറ്റിക്കായിട്ട് റിപ്ലൈ മെസ്സേജുകൾ അയക്കുന്നതെന്ന് നോക്കാം. അതിനായി നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. പ്ലേ സ്റ്റോറിൻ്റെ സെർച്ച് ബാറിൽ വാട്സ് ഓട്ടോ എന്ന് സെർച്ച് ചെയ്യുക. ശേഷം അത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ തുറന്നു വരുന്ന ഇൻ്റർഫേസിൽ ഓട്ടോ റിപ്ലൈ ഓഫ് എന്നുള്ളത് ഓൺ ചെയ്യുക. ശേഷം പെർമിഷനുകൾ അലോ നൽകുക. ശേഷം ഓട്ടോ റിപ്ലൈ ടെക്സ്റ്റ് എന്നുള്ളിടത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടെക്സ്റ്റ് സെലക്ട് ചെയ്യാം. ഇൻ കേസ് നിങ്ങളൊരു ഡ്രൈവിങ്ങിലാണെന്നുണ്ടെങ്കിൽ ഐ ആം ഡ്രൈവിംഗ് ടെക്സ്റ്റ് യു ലേറ്റർ എന്ന് സെലക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിലേക്ക് മറ്റൊരു വ്യക്തി എന്തൊരു മെസ്സേജ് അയച്ചാലും നിങ്ങൾക്ക് അതിൻ്റെ റിപ്ലൈ വരുന്നത് ഓട്ടോമാറ്റിക്കായി വരുന്നത് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഐ ആം ഡ്രൈവിംഗ് ടെക്സ്റ്റ് യു ലേറ്റർ. ഇതിൻ്റെ മുകളിൽ ഓട്ടോ റിപ്ലൈ എന്നുള്ളൊരു ഹെഡിങ് ഉണ്ടാവും. ഒരു പക്ഷേ നിങ്ങൾക്ക് ഓട്ടോ റിപ്ലൈ എന്നുള്ള ഹെഡിങ് റിമൂവ് ആക്കണമെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി അതിൻ്റെ സെറ്റിങ്സിൽ പോയി നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും റിമൂവ് റിപ്ലൈ ഹെഡർ എന്നുള്ള ടിക്ക് മാർക്ക് ചെയ്യുക. ഇനി ഒന്ന് മെസ്സേജ് അയച്ച് നോക്കാം. ഉണ്ടോ, ഇപ്പോൾ നിങ്ങൾക്ക് വന്നിരിക്കുന്ന റിപ്ലൈ മെസ്സേജിൽ ഓട്ടോ റിപ്ലൈ എന്നുള്ള ഹെഡിങ് ഇല്ല. ഇനി കസ്റ്റം റിപ്ലൈ മെസ്സേജുകൾ എങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം. റൈറ്റ് സൈഡിലോട് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റം റിപ്ലൈ ഓപ്ഷൻ കാണാൻ പറ്റും. അത് ഓൺ ചെയ്തിടുക. എന്നിട്ട് പ്ലസ് ബട്ടൺ നോക്കിക്കൊണ്ട് എന്താണോ നിങ്ങൾക്ക് വരുന്ന ഇൻകമിങ് മെസ്സേജ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാൾ നിങ്ങൾക്ക് ഹലോ എന്നാണ് മെസ്സേജ് വരുന്നതെങ്കിൽ അതിന് ഹായ് എന്ന് ഓട്ടോമാറ്റിക്കായിട്ട് റിപ്ലൈ പോകുന്നതിന് നിങ്ങൾക്ക് അവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ഒരുപാട് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ടെസ്റ്റിംഗ് നടത്തി നോക്കാം. ഇപ്പോൾ നിങ്ങളുടെ മൊബൈലിലോട്ട് ഹായ് എന്ന മെസ്സേജ് ഒരു വ്യക്തി അയക്കുന്നു. കണ്ടോ, ഓട്ടോമാറ്റിക്കായിട്ട് ഹലോ എന്ന് അവർക്ക് റിപ്ലൈ പോകുന്നു. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് രാവിലെ ഒരാൾ ഗുഡ് മോർണിംഗ് എന്ന് അയക്കുമ്പോൾ അതിന് ഓട്ടോമാറ്റിക്കായി തന്നെ അവരിലേക്ക് ഗുഡ് മോർണിംഗ് എന്ന് പോകുന്നു. ഇങ്ങനെ നമുക്ക് ഓട്ടോമാറ്റിക്കായി തന്നെ കുറച്ച് മെസ്സേജുകൾ സെറ്റ് ചെയ്യാം. നമ്മുടെ എല്ലാവരുടെയും ഇൻബോക്സിൽ വരുന്ന ഒരു മെസ്സേജ് ആയിരിക്കും ദിസ് മെസ്സേജ് വാസ് ഡിലീറ്റഡ് എന്ന്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും എന്തായിരിക്കും അവർ ടൈപ്പ് ചെയ്തത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഇത്തരം മെസ്സേജുകൾ എങ്ങനെ കാണാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇതിനായി നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. പ്ലേ സ്റ്റോറിൻ്റെ സെർച്ച് ബാറിൽ വാട്സ് റിമൂവ്ഡ് പ്ലസ് എന്ന് സെർച്ച് ചെയ്യുക. ശേഷം അത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് പറഞ്ഞിരിക്കുന്ന പെർമിഷനുകളെല്ലാം അലോ ചെയ്യുക. ശേഷം വാട്സപ്പ് എന്നുള്ളിടത്ത് ടിക്ക് മാർക്ക് ചെയ്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ശേഷം യെസ് സേവ് ഫയൽ എന്നും അലോ എന്നും ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇതായിരിക്കും ഇതിൻ്റെ ഒരു ഇൻ്റർഫേസ്. ഇനി നിങ്ങളുടെ മൊബൈലിലോട്ട് ഒരു വ്യക്തി മെസ്സേജ് അയക്കുന്നു. ശേഷം മെസ്സേജ് അയച്ച വ്യക്തി അതെല്ലാം സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യുന്നു. ഇത്തരം മെസ്സേജുകൾ നമ്മുടെ വാട്സപ്പിൽ നോക്കിക്കഴിയുമ്പോൾ ദിസ് മെസ്സേജ് വാസ് ഡിലീറ്റഡ് എന്നായിരിക്കും കാണിക്കുക. ഇത് ഇനി നമ്മൾ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിക്കൊണ്ട് അത്തരം മെസ്സേജുകൾ നമുക്ക് കാണാവുന്നതാണ്. ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് ഷെഡ്യൂൾ മെസ്സേജുകളാണ്. ഇപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിളായിട്ട് 8 മണിക്ക് ഇന്നാക്ക് ഒരു മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഓൾറെഡി സെറ്റ് ചെയ്ത് ഷെഡ്യൂൾ ചെയ്യാം. ഇതിനായി ഒരു ആപ്ലിക്കേഷൻ നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. പ്ലേ സ്റ്റോറിൻ്റെ സെർച്ച് ബാറിൽ സ്കെഡ് ഇറ്റ് എന്നുള്ള ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ശേഷം ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ അടിയിൽ ടിക്ക് മാർക്ക് നൽകിക്കൊണ്ട് സ്കിപ്പ് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ശേഷം അതിൽ വാട്സപ്പ് എന്ന് സെലക്ട് ചെയ്ത് ഡൺ എന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് വാട്സപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് പെർമിഷൻ അലോ ചെയ്യുക. ശേഷം പെർമിഷൻ എല്ലാം അലോ ചെയ്തതിന് ശേഷം നമ്മൾ ആപ്പിലോട്ട് തിരിച്ചു വരിക. അതിൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും ടു എന്നുള്ളിടത്ത് നമ്മൾ ആർക്കാണോ മെസ്സേജ് അയക്കുന്നത് അവരെ വാട്സപ്പിൽ നിന്നും സെലക്ട് ചെയ്യാം. ശേഷം അതിന് തൊട്ട് താഴെ നിങ്ങൾക്ക് കാണാം മെസ്സേജ് എന്നുള്ളത്. എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് അവർക്ക് അയക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് അവിടെ ടൈപ്പ് ചെയ്യാവുന്നതാണ്. അതിന് ഏറ്റവും തൊട്ട് താഴെ കാണാൻ പറ്റും ഷെഡ്യൂൾ എന്നുള്ളത്. ഷെഡ്യൂളിൻ്റെ അവിടെ നിങ്ങൾക്ക് ഡേറ്റും സമയവും സെറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ 8:30 എന്നാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഓൾറെഡി സമയം 8:27 ആണ്. എന്ന ശേഷം നിങ്ങൾ അവിടെ മുകളിൽ ടിക്ക് മാർക്ക് ചെയ്യുക. ഇങ്ങനെ നിങ്ങൾക്ക് വാട്സപ്പ് മാത്രമല്ല എല്ലാ SMS, ഇമെയിലും, കോളുകളൊക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്.
ഇനി ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ സമയം 8:30 ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും, ഇത് ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ പേര് സെർച്ച് ചെയ്തിട്ട് മെസ്സേജ് സെൻഡ് ആവുന്നത് അവിടെ കാണാൻ പറ്റും. മറ്റു മൊബൈലിൽ നോട്ടിഫിക്കേഷനും വന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഇതുപോലെ നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്ത് മെസ്സേജ് അയക്കാവുന്നതാണ്. നമ്മളെല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് വാട്സപ്പിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് നമ്മളുടെ ബ്ലൂടിക്ക് ഡിസേബിൾ ചെയ്തിടാറുണ്ട്. ഇങ്ങനെ ബ്ലൂടിക്ക് ഡിസേബിൾ ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് വരുന്ന ഒരു മെസ്സേജ്, ഒരു വ്യക്തി മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ബ്ലൂടിക്ക് വരുന്നത് കാണാൻ പറ്റില്ല. ഇതിനർത്ഥം നമ്മൾ അത് റീഡ് ചെയ്തു എന്നുള്ളത് അവർക്ക് അറിയാൻ പറ്റില്ല. പക്ഷേ ഇവിടെയുള്ള ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്, ആ വ്യക്തി വോയിസ് മെസ്സേജാണ് നിങ്ങൾക്ക് അയക്കുന്നതെങ്കിൽ ആ വോയിസ് മെസ്സേജ് നിങ്ങളുടെ മൊബൈലിൽ പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ബ്ലൂടിക്ക് വന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇത് എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ളതാണ്. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. നിങ്ങൾ നിങ്ങളുടെ വാട്സപ്പിൽ ഒരു പുതിയ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക. ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ മിനിമം ഒരു വ്യക്തിയെ ആഡ് ചെയ്താൽ മതി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു വ്യക്തിയെ ആഡ് ചെയ്തുകൊണ്ട് ഞാനൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. ശേഷം ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തത് ശേഷം ആ വ്യക്തിയെ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ നിന്നും റിമൂവ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഉള്ള ഗ്രൂപ്പിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മാത്രമുള്ള ഒരു ഗ്രൂപ്പാണ്. ഇനി ഒരു വ്യക്തി നിങ്ങൾക്ക് ഒരു വോയിസ് മെസ്സേജ് അയക്കുകയാണെന്ന് കരുതുക. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു വോയിസ് മെസ്സേജ് നിങ്ങളുടെ മൊബൈലിലോട്ട് വന്നു. ഇത് പ്ലേ ചെയ്യാതെ ലോങ് പ്രസ് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഫോർവേഡ് അടിച്ചിട്ട് നിങ്ങളിപ്പോൾ ഉണ്ടാക്കിയ ഗ്രൂപ്പിലോട്ട് ഒന്ന് സെൻഡ് ചെയ്യുക. ഇങ്ങനെ ഗ്രൂപ്പിലോട്ട് സെൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ മെസ്സേജ് അവിടെ നിന്നും പ്ലേ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം മറ്റു ഭാഗത്ത് അവിടെ ബ്ലൂടിക്ക് വന്നിട്ടില്ല. ഇങ്ങനെയാണ് നമ്മൾ ബ്ലൂടിക്ക് ഇല്ലാതെ വോയിസ് മെസ്സേജ്. ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് സേവ് ചെയ്യാതെ എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ നമ്പറിലോട്ട് മെസ്സേജ് അയക്കുക എന്നുള്ളതാണ്. ഇതിനായി നിങ്ങളുടെ മൊബൈലിലെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. ശേഷം സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഈ ലിങ്ക് നിങ്ങൾക്ക് അവിടെ ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതിൽ നിങ്ങൾ സ്റ്റാർ ഇട്ട ഭാഗം നിങ്ങൾ ഏത് നമ്പറിലോട്ടാണോ സെൻഡ് ചെയ്യുന്നത് ആ നമ്പർ അവിടെ
നോക്കുന്നത് വാട്സപ്പിൻ്റെ ഒരു ഫീച്ചറായ 2-factor authentication എങ്ങനെയാണ് എനേബിൾ ചെയ്യുക എന്നുള്ളതാണ്. ഇത് നിങ്ങൾ വാട്സപ്പിൻ്റെ സെറ്റിങ്സിൽ അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും 2-step authentication. അത് എനേബിൾ ചെയ്യുക. ശേഷം നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു പാസ്വേഡ് അവിടെ സെലക്ട് ചെയ്യുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ വാട്സപ്പ് പുതുതായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു OTP മെസ്സേജ് വരാറുണ്ട്. ഈ OTP മെസ്സേജ് വന്നതിന് ശേഷവും നിങ്ങൾ നൽകിയ ഈ വെരിഫിക്കേഷൻ നമ്പർ അടിച്ചു കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പിലോട്ട് കയറാൻ പറ്റുകയുള്ളൂ. ഇത് നിങ്ങളുടെ വാട്സപ്പിനെ കൂടുതൽ പ്രൊട്ടക്റ്റ്